ഒരു ചെറിയ ചിന്ത പ്രാരംഭമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 34-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 4 വേഴ്സ് 34. ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യവും അവൻ്റെ രാജ്യത്വം തലമുറ തലമുറയായുള്ളതും അല്ലോ. താങ്ക് യു. നെബൂഖദ്നേസർ എന്നൊരു ചക്രവർത്തി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ വായിച്ചു കേട്ടത്. അത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. താൻ പറയുകയാണ്, എൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. മൈ റീസൺ ഓർ മൈ അണ്ടർസ്റ്റാൻഡിങ് റിട്ടേൺ ടു മീ. ഇത്ര വലിയൊരു ചക്രവർത്തി, ഒരു വലിയ മഹാനായ ഭരണാധികാരി പറയാണ്, എൻ്റെ ബുദ്ധി എനിക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നു. നമ്മൾ ലോകപ്രകാരം ബുദ്ധിമാനായ ഒരു മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുന്നത് അധികാരവും പണവും പ്രതാപവും പ്രശസ്തിയും കഴിവുകളൊക്കെ ഉള്ള ഒരാളിനെ ബുദ്ധിമാൻ എന്നാണ് ലോകം വിളിക്കുന്നത്. എന്നാൽ അതിലൊക്കെ ഉന്നതമായ ഒരു സ്ഥാനം, അന്നത്തെ കാലത്തെ ഒരു സൂപ്പർ പവർ എന്ന് പറയുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി താൻ പറയുകയാണ്, എൻ്റെ ബുദ്ധി എനിക്ക് തിരിച്ചു വന്നു. അതിൻ്റെ 4-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട്. തൊട്ട് മുമ്പിൽ ഉള്ള 2-3 വാക്യങ്ങൾക്ക് മുമ്പ്, ഇത് ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിതയാം ബാബേൽ അല്ലയോ എന്ന് പറയുകയാണ്. ഞാൻ പണിതിരിക്കുന്ന സാമ്രാജ്യം, ഞാൻ ഉയർത്തിയിരിക്കുന്ന ഈ മഹത്വം ഒക്കെ എൻ്റെ ധനമാഹാത്മ്യത്താൽ എൻ്റെ പ്രതാപ മഹത്വത്തിനായിട്ട് ഞാൻ പണിതതാണെന്ന് പറയുന്നു. ചരിത്രം പറയുന്നുണ്ട്, ലോകത്തിലെ പഴയ കാലത്തെ 7 അത്ഭുതങ്ങൾ, 7 വണ്ടേഴ്സിലൊന്നാണ് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറയുന്നത്, തൂക്ക് പൂന്തോട്ടം. അത് ഉണ്ടാക്കിയത് ഈ രാജാവാണ്. വലിയ മഹത്തുക്കളും പ്രതാപങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യൻ. പക്ഷേ അദ്ദേഹം വിചാരിച്ചു തനിക്കെല്ലാം ഉണ്ട്, തനിക്കെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് താൻ വിചാരിച്ചു. എന്നാൽ താൻ ഒരു കാര്യം മാത്രം മറന്നുപോയി. അതെന്താണെന്ന് ചോദിച്ചാൽ, അത്യുന്നതനായ സൃഷ്ടിതാവായ സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവത്തെ ഭയപ്പെടുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തനിക്ക് സാധിച്ചില്ല. വാസ്തവത്തിൽ ശരിയായ ബുദ്ധി അല്ലെങ്കിൽ ജ്ഞാനം എന്ന് ബൈബിൾ പറയുന്നത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നത്. ദൈവത്തെ അറിയാതെ, ദൈവത്തെ നിഗ്ലക്റ്റ് ചെയ്ത്, ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവ വഴിയിൽ നടക്കാതെ, ദൈവത്തെ അന്വേഷിക്കാതെ നടക്കുന്ന മനുഷ്യനെ ബൈബിൾ പറയുന്നത് മൂഢൻ എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം ഉയരങ്ങളിൽ കയറിയ മനുഷ്യനാണെങ്കിലും താൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടിരുന്നു, എനിക്ക് അത് തിരിച്ചു വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാനത്തോടെ ഇരിക്കുന്നൊരു മനുഷ്യനാണ്, ബഹുമാനത്തോടെ. ബൈബിൾ പറയുന്നു, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ എന്ന് പറയുന്നു. വിവേകഹീനനായാൽ, ദൈവമക്കളെ ഒന്ന് ഓർക്കുക, ഈ മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാകുകയല്ലായിരുന്നു, താൻ ഒരു മൃഗമായിട്ട് മാറുന്നതായിട്ട് ദൈവത്തിൻ്റെ വാണിങ്ങുകളെ, ദൈവത്തിൻ്റെ അപായ സൂചനകളെ അവഗണിച്ച ഈ മനുഷ്യൻ, നമ്മളതിന് 33-ാം വാക്യം വായിക്കുക, വേഴ്സ് 33. ഉടൻ തന്നെ ആ വാക്ക് നെബൂഖദ്നേസറിന് നിവൃത്തിയായി. അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവൻ്റെ രോമം കഴുകൻ്റെ തൂവൽ പോലെയും അവൻ്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നതുവരെ അവൻ കാള എന്ന പോലെ പുല്ല് തിന്നുകയും അവൻ്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. തനിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കുക. രാജാവായിരുന്ന, ചക്രവർത്തിയായിരുന്ന മനുഷ്യൻ കാള പുല്ല് തിന്നുന്നത് പോലെ തിന്നേണ്ട ഒരു അവസ്ഥ. കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ, ഉന്നതനായ അത്യുന്നതനായ ദൈവത്തെ മറന്ന് താൻ ജീവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ആ മനുഷ്യൻ്റെ തുടർന്നുള്ള ചരിത്രം നമ്മൾ വായിച്ചതാണ് നമ്മുടെ ചിന്താവിഷയം. 34-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ. ആ കാലം കഴിഞ്ഞിട്ട്, എന്താണ് ഈ കാലം കഴിയുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ്, there is an appointed time but the end of the appointed time. ദൈവം നിശ്ചയിച്ച ആ സമയത്ത്, ആ എൻഡ് ഓഫ് ദി അപ്പോയിൻറ്റഡ് ടൈം എന്നാണ്. ആ കാലം കഴിഞ്ഞിട്ട്, കാലഘട്ടത്തെ നമ്മൾ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, കെയ്റോസ് എന്നും ക്രോണോസ് എന്നും നമ്മൾ പറയാറുണ്ട്. ഇന്ന് 2025 ഡിസംബർ 28 എന്ന് പറയുന്നത് ക്രോണോസാണ്, ചരിത്രപരമായ വർഷങ്ങളുടെ ആണ്. എന്നാൽ
ഇന്ന് ദൈവം തരുന്ന അപ്പോയിൻമെൻറ്റ്, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ സമയം, ദൈവം ഓരോ വ്യക്തിയോട് ഇടപെടുന്ന ആ സമയത്തെയാണ് കെയ്റോസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അപ്പോയിൻറ്റഡ് ടൈം ഉണ്ടായിരുന്നു. തന്നോട് ഇടപെടുവാൻ, തന്നെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ സമയത്ത് താൻ എന്ത് ചെയ്തു? താൻ അതിനോട് റെസ്പോണ്ട് ചെയ്തു, പ്രതികരിച്ചു, പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. നമ്മുടെ ഫ്രീഡമാണ്, നമുക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു, എൻ്റെ ജനമോ ന്യായം അറിയുന്നില്ല. മടങ്ങി വരുവാനുള്ള സമയം. പ്രാവും പക്ഷികളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ഓരോ സീസണിൽ പോകും, എന്നാൽ അത് മടങ്ങി വരാനായിട്ടൊരു അപ്പോയിൻറ്റഡ് ടൈമുണ്ട്. ആ സമയത്ത് അവർ മടങ്ങി വരുന്നതിനാൽ ദൈവം പറയുകയാണ്, എൻ്റെ ജനമോ മടങ്ങി വരുന്നില്ല. മടങ്ങി വരുവാനുള്ള സമയത്തെ മനസ്സിലാക്കാതെ മനുഷ്യനിന്ന് ജീവിക്കുകയാണ്. സഭ ഇന്ന് മടങ്ങി വരേണ്ട ഒരു അത്യന്താപേക്ഷിതമായ സമയത്താണ് സഭ നിൽക്കുന്നത്, എന്നാൽ മടങ്ങി വരാതിരിക്കുന്ന അവസ്ഥ. മൊർദെഖായി എസ്തേറിനോട് പറയുന്നൊരു വാക്ക് നമുക്കറിയാം, നീ ഈ സമയത്ത് മിണ്ടാതെ ഇരുന്നാൽ. എസ്തേറെ, നിനക്ക് ഇപ്പം എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടല്ലേ, രാജധാനിയുണ്ട്, രാജ്ഞിയാണ്, പദവിയുണ്ട്, പൊസിഷനുണ്ട്, എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രവാചകന്മാരുടെ വാക്ക് പറഞ്ഞാൽ വാഗ്ദത്തമെല്ലാം നിവർത്തിച്ച് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു സമയം. ദൈവത്തിൻ്റെ ദാസൻ പറയാണ്, ഈ സമയത്ത് നീ മിണ്ടാതെ ഇരുന്നാൽ അപകടകരമായ കാര്യമാണെന്ന് പറയുന്നു. ഇന്ന് എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ ഉറങ്ങുകയാണോ? വെളിപ്പാട് പുസ്തകത്തിന് 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കുക. റെവലേഷൻ ചാപ്റ്റർ 3:1. സർദീസിലെ സഭയോടുള്ളൊരു ദൂതാണ് പറയുന്നത്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ജീവനുള്ളവൻ എന്നുള്ള പേരുണ്ട് അല്ലേ, ലേബലുണ്ട്. ജീവനുള്ളവൻ, വിശ്വാസി എന്ന പേരുണ്ട്, സഭായോഗത്തിന് വരുന്നുമുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നീ മരിച്ചവനാണ്. മരിക്കാനുള്ള കാര്യം രണ്ടാമത് ഉണർന്നുകൊള്ളുക. അപ്പോൾ നല്ല ഉറക്കമാണ്, മയക്കത്തിലാണ്. എല്ലാ കാര്യങ്ങളും, എസ്തറിൻ്റെ കാര്യം പറഞ്ഞ് എല്ലാം സെറ്റിലായി ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കും. നീ ഉണരാതെ ഇരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് വരും എന്ന് നീ അറിയുകയുമില്ല. ദൈവമക്കളെ, നമ്മൾ എത്ര പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഉണർന്നിരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സഭ ഇന്ന് ഉറങ്ങുന്ന ഒരവസ്ഥ. ദൈവമക്കളായിരുന്ന ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവർ ഉറങ്ങുന്ന ഒരവസ്ഥ. ദൈവം അവരെ ഉണർത്താനാണ് പലവിധമായ സംഭവങ്ങൾ നമുക്ക് ചുറ്റും ദൈവം കാണിക്കുന്നത്. നമ്മുടെ ദേശത്ത് തന്നെ എന്തെല്ലാം സംഭവങ്ങൾ, നമ്മുടെ ഭാരതനാട്ടിൽ എന്തെല്ലാം വാണിങ്ങുകൾ നമുക്ക് ലഭിക്കുന്നു. പക്ഷെ ഇന്നും അതൊന്നും മൈൻഡ് ചെയ്യാതെ, അതൊന്നും കണ്ട ഭാവം കാണിക്കാതെ ഉറങ്ങുന്ന സഭയെയാണ് നമ്മൾ കാണുന്നത്. ലവോദിക്യ സഭയ്ക്കുള്ളൊരു ദൂതിലും നമ്മളിങ്ങനെ വായിക്കുന്നു. 3-ാം അധ്യായം 20-ാം വാക്യം വെളിപ്പാട് പുസ്തകം. അവിടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ഇത് അവിശ്വാസികളായ ആരോടും അല്ല പറയുന്നത്, സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂത. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, നിങ്ങൾ എൻ്റെ ആ ശബ്ദം കേട്ട് കതക് തുറന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഒരു ഫെലോഷിപ്പിന് വരുമെന്നാണ് ദൈവം പറയുന്നത്. നമുക്കറിയാം, ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, ഹിസ്റ്ററി ടീച്ചസ് ദാറ്റ് ഹിസ്റ്ററി ടീച്ചസ് നത്തിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ചരിത്രങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, സഭകൾക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. ഇന്ന് ആ സഭകളൊക്കെ നിന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒന്നും അങ്ങനെയുള്ള സഭകളില്ല. കാര്യം, ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിൽ ദൈവം തന്ന ദൂതുകൾ, ദൈവം തന്ന ആലോചനകൾ അനുസരിക്കാതെ അതിനെ ഗൗരവമായി എടുക്കാതെ പോയതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനത്തിൻ്റെ 13:12, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. ദൈവം അവനെ സ്വീകരിപ്പാൻ, അവനെ കൈക്കൊള്ളുവാൻ, അവൻ്റെ വചനം അനുസരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു അപ്പോയിൻറ്റഡ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, യങ്സ്റ്റേഴ്സൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഇനി സമയമുണ്ടല്ലോ. ഇല്ല ദൈവമക്കളെ,
ദൈവം തരുന്ന സമയം, അത് സഭയായാലും വ്യക്തിപരമായാലും നമ്മൾ അതിനെ അനുസരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഗൗരവമായ തകരാറുകളാണ് നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നാളത്തെ ജനറേഷൻ, നമ്മുടെ തലമുറകൾ എങ്ങനെ ദൈവത്തെ ആശ്രയിക്കും, ദൈവ വഴിയിൽ എങ്ങനെ നടക്കും എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായ ഒരു ഭാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ക്രിസ്മസ് സീസണിൽ നമുക്കറിയാം, രക്ഷകനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ലോകമെമ്പാടും ആഘോഷിക്കുന്നൊരു സമയം. ഒരുപക്ഷെ ഇന്ന് വചനം കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ആ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ആ കർത്താവിൻ്റെ ലോഡ്ഷിപ്പിന് കീഴ്പ്പെട്ടിട്ടില്ലെങ്കിൽ, ദിസ് ഈസ് യുവർ അപ്പോയിൻറ്റഡ് ഡേ. ദൈവം ആ വചനപ്രകാരം കർത്താവിനെ സ്വീകരിപ്പാൻ നമുക്ക് കഴിയട്ടെ. തുടർന്ന് നമ്മൾ വായിക്കുന്ന അതിൻ്റെ ആ 34 വാക്യം തന്നെ, ആ കാലം കഴിഞ്ഞിട്ട് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തേക്ക്, മനുഷ്യൻ ഈ ചക്രവർത്തി പറയുകയാണ്, ഞാൻ എൻ്റെ ആ കാലം കഴിഞ്ഞ അപ്പോയിൻറ്റഡ് ടൈമിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്തോ ചെയ്ത് സ്വർഗത്തേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തി. ഐ ലിഫ്റ്റഡ് മൈ ഐസ് ടു ഹെവൻ. ഒരു കാര്യം മാത്രമേ പിശാചിന് ഇഷ്ടപ്പെടാത്തതേ ഉള്ളൂ, നമ്മൾ മേലോട്ട് നോക്കരുതെന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്, ചുറ്റും നോക്കാനാണ് എപ്പോഴും പറയുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തെ സന്നിധിയിലേക്ക് നോക്കുവാൻ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ, പ്രാർത്ഥിക്കുവാനൊക്കെ ഒരു സമയം വേർതിരിക്കാൻ നോക്കി ഒരു വിധത്തിലും അത് സാധിക്കാത്ത രീതിയിൽ വരും. കാര്യം ബാക്കിയെല്ലാം ഓക്കെയാണ്, മേലോട്ട് മാത്രം നോക്കരുതെന്നുള്ളതാണ്. നമ്മുടെ ഒരു അച്ഛൻ പറഞ്ഞ ഒരു വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. വളരെ തിരക്കേറിയ യാത്ര, ദൈവത്തെ ഒന്നും കേൾക്കാനോ ദൈവത്തിനും അനുസരിക്കാനോ ഒന്നും സമയമില്ലാതെ ഓടി 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 ഒരു ദിവസം ഒരു സ്ഥലത്ത് ചെല്ലും. അതിൻ്റെ പേരാണ് ICU എന്ന് പറയുന്നത്, അല്ലേ? അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ഇങ്ങനെ മേലോട്ട് മലന്ന് കിടന്നിട്ട് പറയും, ICU, ഇപ്പം ഞാൻ നിന്നെ കാണുന്നു. നമ്മളതിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ദൈവമക്കളെ, കർത്താവിൻ്റെ അടുക്കിലേക്കുള്ളൊരു യാത്രയാണ്. അപകടകരമായ പല സാഹചര്യങ്ങളും ജീവിത അനുഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ കണ്ണുകൾ എവിടേക്കാണ്? സ്വർഗത്തേക്ക് ഉയർത്തിയ കണ്ണുകളായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ബിൽ ബോർഡ്സ്, പരസ്യങ്ങളൊക്കെ നമ്മൾ കാണും. പക്ഷേ ഏത് സമയത്തെങ്കിലും അപകടം പതിയിരിക്കും നമ്മൾ കാണും. പെട്ടെന്ന് നമ്മൾ ആ ഫോക്കസ് മാറ്റും, നമ്മുടെ ഡ്രൈവിങ്ങിലേക്ക് നമ്മൾ മടങ്ങി വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ, ആത്മീയ ജീവിതത്തിൽ പല കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ നമുക്ക് അപകടം സുനിശ്ചിതമാണ്. എന്നാൽ നോക്കേണ്ടവനിലേക്ക് നമ്മൾ നോക്കിയാൽ, സ്വർഗത്തേക്ക് നമ്മൾ കണ്ണുയർത്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. പത്രോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ ശിഷ്യനായി വരുമ്പോൾ യേശു കടലിലൂടെ നടന്നു വരുന്ന കണ്ട് തനിക്കും ആഗ്രഹം തോന്നി, എനിക്കും ഒന്ന് നടക്കണം. കർത്താവേ ഞാനും വരട്ടെ, ഇറങ്ങി വരാൻ പറഞ്ഞു. പത്രോസ് ധൈര്യത്തോടെ ആ കടലിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഒരു പ്രശ്നവുമില്ലായിരുന്നു. താൻ യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് വലിയൊരു തിരമാല അടിച്ചു വരുന്നത് പോലെ തനിക്കൊന്ന് തോന്നി. അങ്ങോട്ടൊന്ന് നോക്കി, തൻ്റെ ഫോക്കസ് മാറി, ശ്രദ്ധ മാറി കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി താൻ വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. എന്നാൽ കർത്താവിനെ അവിടെ രക്ഷിച്ചു. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിലും ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഫോക്കസ് എപ്പോഴും സ്വർഗത്തിലേക്കാണെങ്കിൽ, ദൈവസന്നിധിയിലേക്കാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾക്ക് കർത്താവിൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കും. ഞാൻ ഈ കാണുന്ന പ്രശ്നങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ മുൻപോട്ട് പോവുകയാണോ, അതോ വലിയവനായ ദൈവം, അവൻ്റെ സാന്നിധ്യം, അവനെ കാണുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ കർത്താവിലേക്ക് നോക്കിയാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെല്ലാം വ്യത്യാസം വരും, നമ്മുടെ പ്രയോറിറ്റിക്കെല്ലാം വ്യത്യാസം വരും. യെശയ്യാ പ്രവാചകനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലേ? അദ്ദേഹം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ഒരുപാട് പരാതികളും കംപ്ലൈൻറ്റുകളും മറ്റുള്ളവരെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ താൻ ഉയർത്തി. അതെല്ലാം ശരിയാണ്. പക്ഷേ 6-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നു ഞാൻ കണ്ടു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തിൽ. ആ കർത്താവിൻ്റെ വിശുദ്ധിയെ, തേജസ്സിനെ, മഹത്വത്തെയൊക്കെ യെശയ്യാവ് ദർശിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ വിമർശനമെല്ലാം മാറി. താൻ പറയും, ഞാൻ അരിഷ്ട മനുഷ്യൻ, അല്ലേ? തന്നിൽ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു, അത് തൻ്റെ ജീവിതത്തിലെ കുറവുകളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു, അത് താൻ അനുസരിക്കുന്നു, ഏറ്റുപറയുന്നു, ശുദ്ധീകരണം പ്രാപിക്കുന്നു. അതിനുശേഷം താൻ സമൂഹത്തിലേക്ക് നോക്കുന്നു. അതിനുശേഷമാണ് ഈ ഓർഡർ തെറ്റുമ്പോഴാണ് പ്രശ്നം. ഒന്നാമത് ദൈവത്തിങ്കിലേക്ക് നോക്കണം. അത് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമുക്ക് ബോധ്യമാകുന്നത്, മറ്റാരെയും നോക്കാനല്ല. അത് നമ്മൾ പരിഹരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ദൈവം വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരും. അന്നേരം
യെശയ്യാവ് പറഞ്ഞ കാര്യമുണ്ട്, ആരെനിക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞപ്പോൾ യെശയ്യാവ് എന്താ പറഞ്ഞ്, അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. ആ ഓർഡർ കറക്റ്റായിരുന്നു. ഓർഡർ തെറ്റുമ്പോഴാണ് പറഞ്ഞത്, പണ്ടൊരാൾ പറഞ്ഞ പോലെ അടിയനിതാ അനിയനെ അയക്കണേ എന്നൊരാൾ പ്രാർത്ഥിച്ചു. അങ്ങനെയല്ല, കർത്താവേ ഇതാ എന്നെ അയക്കണമേ, ഞാൻ റെഡിയാണ്. കാര്യം ആ ഓർഡർ കറക്റ്റായിട്ട് വന്നു എന്നുള്ള കാര്യമാണ്. ഓരോ ജീവിതയാത്രയിലും, ഓരോ ദിവസത്തിലും, ഓരോ യാത്രയിലും, ഓരോ വർഷം പുതുതായിട്ട് ദൈവം തരുമ്പോഴും നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ കർത്താവിലേക്കാകുവാൻ നമുക്ക് കഴിയട്ടെ. അതിൻ്റെ അടുത്ത ഭാഗത്ത് നീ കാണുന്നത്, ഞാൻ സ്വർഗത്തേക്ക് കണ്ണുയർത്തി എൻ്റെ ബുദ്ധിയും എനിക്ക് മൈ റീസൺ റിട്ടേൺ ടു മീ, എൻ്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്നാണ് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. കർത്താവ് ആ ബുദ്ധി അവന് മടക്കി കൊടുത്തപ്പോൾ താൻ ഒന്നാമത് പറയുന്ന, അത്യുന്നതനായവനെ വാഴ്ത്തി, ഐ ബ്ലസ്ഡ് ദ മോസ്റ്റ് ഹൈ. അത്യുന്നതനായ ഒരു മനുഷ്യൻ ആരാണ് ബുദ്ധിമാൻ? ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്? ദൈവത്തെ കണ്ടെത്തിയാൽ, ദൈവം അവന് ആ ബുദ്ധിയും നൽകി കൊടുത്താൽ, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന്, ദൈവത്തിൻ്റെ ആ നിയോഗത്തിന് അവൻ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് അവൻ അത്യുന്നതനായവനെ വാഴ്ത്തും, ബ്ലസ് ചെയ്യും, വർഷിപ്പ് ചെയ്യും എന്നുള്ളത്. വീണ്ടും നമ്മൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. ബുദ്ധി മടങ്ങി വന്ന ഒരു മനുഷ്യൻ എടുക്കുന്ന അടുത്ത തീരുമാനം നോക്കി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. പ്രൈസ്ഡ് ആൻഡ് ഓണേർഡ് ഹിം ഹു ലിവ്സ് ഫോർ എവർ. തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അവൻ്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യം. ഹിസ് ഡൊമീനിയൻ ഈസ് ആൻ എവർലാസ്റ്റിംഗ് ഡൊമീനിയൻ. 5 വർഷം കഴിയുമ്പം പുതുതായിട്ട് വോട്ടെടുത്ത് മാറ്റുന്ന ഒരു ഭരണ സംവിധാനമല്ല നമ്മുടെ ദൈവത്തിൻ്റെ. അത് എന്നേക്കുമുള്ള ആധിപത്യമുള്ള ദൈവം. തുടർന്ന് വായിക്കുന്ന, അവൻ്റെ രാജ്യത്വം തലമുറയായും. ഇതാർക്കാ മനസ്സിലാകെ? മൃഗത്തെ പോലെ ദൈവത്തെ അന്വേഷിക്കാതിരുന്ന ഒരു ചക്രവർത്തി ദൈവത്തെ കണ്ടെത്തിയപ്പോൾ താൻ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന്, ദൈവത്തിൻ്റെ ആ നിയോഗത്തിന് താൻ റെസ്പോണ്ട് ചെയ്ത് അനുസരിച്ച് സ്വർഗത്തേക്ക് കണ്ണുയർത്തിയപ്പോൾ തനിക്ക് ലഭിച്ച അറിവുകളാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ. തുടർന്ന് നാം വായിക്കുന്ന, അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു. ഓൾ ദ പീപ്പിൾ ഓഫ് ദി എർത്ത് ആർ റിഗാർഡഡ് ആസ് നത്തിങ്, അല്ലെങ്കിൽ സീറോ. ലോകത്തിലെ ഏറ്റവും മഹത്വകരമായ ആളുകൾ പോലും എന്താണ്? അവരെല്ലാം തൻ്റെ മുമ്പിൽ സീറോയാണ്. നമ്മളാണ് ഈ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോകുന്നതും, അതിനുവേണ്ടി ജീവൻ കളയുന്നതും, പണം കളയുന്നതും. അടുത്ത സമയത്ത് ഒരു വലിയ ഫുട്ബോളർ ഇന്ത്യയിൽ വന്ന് എന്തെല്ലാം ബഹളമായിരുന്നു. മനുഷ്യനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും ഉപദ്രവിച്ചും തകർത്തും, മനുഷ്യൻ്റെ ജീവൻ പോയാലും വേണ്ടിയില്ല. അവരുടെയൊക്കെ ഉള്ളിലുള്ള ദൈവം ഇതൊക്കെയാണ് ദൈവമക്കളെ. എന്നാൽ ഒരു ദൈവത്തെ കണ്ട മനുഷ്യനറിയാം ഇതെല്ലാം, ആരെല്ലാം ആയിക്കോട്ടെ, ഭൂമിയിൽ എത്ര ഉന്നതനായിക്കോട്ടെ, അവരെയൊക്കെ ദൈവം മുമ്പാകെ അവർക്കുള്ള വില എന്നാണ്. ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ അവരൊക്കെ സീറോ ആണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം പറയുന്നത്, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ നെബൂഖദ്നേസർ രാജാവിന് ദൈവത്തെക്കുറിച്ച് ലഭിച്ച വെളിപ്പാടുകളാണ്. അവൻ പറയുകയാണ്, സ്വർഗീയ സൈന്യം, മില്യൻസ് ഓഫ് ഏഞ്ചൽസ്. ഒരു ദൂതൻ്റെ ശക്തി എന്തുവാണെന്ന് ബൈബിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ദൂതൻ വന്ന് 2 ലക്ഷം പേരെ കൊന്നു കളഞ്ഞു, അല്ലേ? അങ്ങനെയാണെങ്കിൽ മില്യൻസ് ഓഫ് ദൂതന്മാർ, ദശലക്ഷക്കണക്കിന് ദൂതഗണങ്ങളുള്ള ദൈവത്തിൻ്റെ മഹത്വം, അവരെല്ലാം ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി, ദൈവത്തിൻ്റെ ഓർഡറിനായി കീഴ്പ്പെട്ടിരിക്കുന്നു. സകല ഭൂവാസികളും അങ്ങനെ അവരോടും ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തുടർന്നുള്ള കാര്യം, അവൻ്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ദൈവമേ, നീ എന്തോ ചെയ്യുന്നത്? ഇന്ന് ലോകം വിചാരിച്ചിരിക്കുന്ന അവർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയൊക്കെ അങ്ങ് നിൽക്കുവന്ന, അല്ലേ? തെറ്റിദ്ധാരണയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഇന്ത്യയിലുള്ള ദൈവമക്കളെ എവിടെയെല്ലാം ആരെല്ലാം എന്തെല്ലാം ചെയ്താൽ ദൈവം പറയുന്നു അവൻ്റെ കൈ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ആരെല്ലാം എതിര് നിന്നാലും ദൈവിക പദ്ധതി ദൈവം പറയുന്നു അവൻ്റെ കൈ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നു. ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ജാതീയനായ ദൈവത്തെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത വെളിപ്പാടാണ് ആരാണ് ബുദ്ധിമാനായ മനുഷ്യൻ? ദൈവത്തെ അന്വേഷിക്കുന്നവൻ. കർത്താവ് പറഞ്ഞു, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യം. നമ്മൾ ദൈവത്തെക്കുറിച്ച്
കൂടുതൽ കൂടുതലായി അറിയുവാൻ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവപ്രവൃത്തികൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ കണ്ണ് വല്ലപ്പോഴുമൊക്കെ സ്വർഗത്തേക്കൊന്ന് ഉയർത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നെബൂഖദ്നേസറിന് തുടർന്നുള്ള അനുഭവം എന്താണെന്ന് അതിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ വായിക്കാം. ആ നേരത്ത് തന്നെ എൻ്റെ ബുദ്ധി മടങ്ങി വന്നു. എൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വത്തിനായി എൻ്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. എൻ്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. ഞാൻ എൻ്റെ രാജ്യത്തിൽ യഥാസ്ഥാനപ്പെട്ടു. ശ്രേഷ്ഠ മഹത്വം എനിക്ക് അധികമായി സാധിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ, ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ അത് സമാധാനമാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാര്യം നമ്മുടെ ദൈവം ആരാണ് എന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകുന്നു. താൻ ആ രാജ്യത്വം തൻ്റെ സ്ഥാപിച്ചു കിട്ടുകയാണ്. പഴയതിനേക്കാൾ അനുഗ്രഹമായ ഒരു ജീവിതത്തിലേക്ക് തനിക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. ദൈവം പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദോസ് ഹു ഓണർ മീ ഐ വിൽ ഓണർ ദം. ദൈവത്തിൻ്റെ വാഗ്ദത്വം. കഴിഞ്ഞ കാലങ്ങളൊക്കെ താൻ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മാറി. ഇന്നും കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതവും അനുഗ്രഹപൂർണ്ണമായി തീരും. ലോകപ്രകാരമുള്ള ഉയർച്ചയോ വലിപ്പമൊന്നുമല്ല, എന്നാൽ ഹൃദയത്തിനുള്ളിൽ ദൈവിക സമാധാനമുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കും. കർത്താവിന് നമ്മൾ കേട്ട വചനം ഇത്രയേ ഉള്ളൂ. ആരാണ് ശരിയായ ബുദ്ധിമാൻ? ആരാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ? അവനാണ് ബുദ്ധിമാൻ. ആ ദൈവത്തിൻ്റെ കൈറോസിന്, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റിന് തങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി അനുസരിച്ച് ഓരോ പ്രാവശ്യം ദൈവവചനം കേൾക്കുമ്പോഴും അതൊരു അപ്പോയിൻമെൻറ്റായി, ദൈവത്തിൻ്റെ നിയോഗമായി മനസ്സിലാക്കി ദൈവത്തെ പിൻപറ്റുവാൻ നമുക്ക് കഴിയണം. ദൈവം പറഞ്ഞു, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. റെഡീമിങ് ദ ടൈം. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവം തരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി പിന്നത്തേക്ക് മാറ്റി വയ്ക്കാനല്ല, അപ്പോൾ തന്നെ അനുസരിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക. ബുദ്ധിഹീനരാകാതെ കർത്താവിന് ഇഷ്ടമിന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നു. രണ്ടാമത്, നമ്മുടെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്താൻ കഴിയണം. തിരക്കേറിയ ജീവിതമാണ്. ഒരുപാട് സമയം നമ്മൾ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും ഇൻവോൾവ് ആണ്. എന്നാൽ ഓർക്കുക, ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റിനോട് നമ്മൾ അനുസരിക്കണം, റെസ്പോണ്ട് ചെയ്യുന്നെങ്കിൽ തുടർന്ന് ചെയ്യേണ്ടത് നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിൽ, നമ്മുടെ ഫോക്കസ് മാറണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുവാനാണ് ദൈവനെ നമ്മൾ ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ എന്താണ് ദൈവമക്കളെ? നമ്മൾ എന്തോ ഈ ദിവസങ്ങളൊക്കെ ഈ നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടതുപോലെ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്നാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന എന്തോ? നമ്മളെല്ലാം എസ്തറിൻ്റെ കാര്യം പറഞ്ഞാൽ ഒന്ന് സെറ്റിലാകാനായിട്ടുള്ള ആഗ്രഹമാണ്. എന്നാൽ അതിനപ്പുറമായി, അതിലുപരിയായി, ദൈവമേ, എൻ്റെ തലമുറകൾ, വരുന്ന ജനറേഷൻ, ദൈവം തന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രയോറിറ്റി കർത്താവേ, അങ്ങയെ കാണുവാൻ, അങ്ങയെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ, അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഓരോ ദിവസവും കഴിയണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാകണം. ലോകത്തിൽ എന്തെല്ലാം നേട്ടങ്ങളുണ്ടായാലും നമ്മൾ മുമ്പ് പാട്ടില്ല നമ്മളെ മാടി വിളിക്കുന്ന മായാസുഖങ്ങളെല്ലാം താൽക്കാലികമാണെന്നുള്ള സത്യം ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം തരുന്ന തലമുറകളെയും പുതിയ ജനറേഷനെയും യങ്സ്റ്റേഴ്സിനെയൊക്കെ നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യേണ്ട കാര്യം ആ വലിയവനായ ദൈവത്തെ ഓരോ ദിവസവും കൂടുതലായി അറിയുവാൻ, ആഴത്തിൽ അവനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. മോശയുടെ പ്രാർത്ഥന അത് തന്നെയാണ്. ലോർഡ് ഷോ മീ യുവർ ഗ്ലോറി. നിൻ്റെ മഹത്വം എന്നെ കാണിക്കണമേ. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാം വാക്യം വായിച്ചിട്ട് നമുക്കിത് ഇങ്ങനെയാണ് വായിക്കുന്നത്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദ പീപ്പിൾ ദാറ്റ് നോ ദെയർ ഗോഡ് ഷാൽ ബി സ്ട്രോങ്. ഈ നാളുകളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കൂടുതലായി നമുക്കറിയുവാൻ കഴിയുവാൻ, നമ്മുടെ തലമുറകൾ അത് കഴിയുവാൻ, പുതിയ ജനറേഷൻ അത് അറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.